കണ്ണൂരും കോഴിക്കോടും എല്ലാ തരത്തിലും സജ്ജമായിട്ടുണ്ട്. ഇവരെ ഈ ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോഴിക്കോട് കളക്ടർക്ക് ഉൾപ്പെടെ ഇതിന്റെ നിർദ്ദേശം ലഭ്യമായിട്ടുണ്ട്. പക്ഷേ മംഗലാപുരത്തേക്ക് ഇവരെ എത്തിക്കുമെന്നുള്ള ഒരു സാധ്യത ഇപ്പോൾ വരികയാണ്. അത് എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ അവിടെ ഒരുക്കിയിട്ടുള്ളത്? തീർച്ചയായും കോഴിക്കോടും മംഗലാപുരവും രണ്ട് സാധ്യതകൾ തന്നെയാണ്. കോഴിക്കോട്ട് എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങിയിരിക്കാൻ വേണ്ടി സജ്ജീകരിച്ചിരിക്കാൻ വേണ്ടി ജില്ലാ കളക്ടർക്കും പോർട്ട് ഓഫീസർക്കും ഒക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഷിപ്പിംഗ് കമ്പനി ഉടമകൾ തന്നെ കോഴിക്കോട്ട് ഒരു സ്വകാര്യ ആശുപത്രിയുമായി നേരിട്ട് ബന്ധപ്പെട്ട് അല്ലെ സജ്ജീകരണങ്ങൾ ഒരുക്കാൻ വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. അവിടെ 10 ആംബുലൻസുകൾ റെഡിയായി എന്ത് സാഹചര്യവും നേരിടാൻ റെഡിയായിരിക്കുകയാണ്. ഒപ്പം തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റും പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം ഇതിനുവേണ്ടി ഈ സാഹചര്യം നേരിടാൻ വേണ്ടി ഒരുങ്ങി തയ്യാറായി നിൽക്കുന്നുണ്ട്. പക്ഷേ സൂചിപ്പിച്ചതുപോലെ തന്നെ മംഗലാപുരം ഒരു ഓപ്ഷനായി എടുക്കാൻ സാധ്യതയുണ്ട്. അതായത് കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ കപ്പലിന് നേരിട്ട് തീരത്തേക്ക് അടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഉൾക്കടലിൽ നിന്നുകൊണ്ട് മറ്റ് ടഗ് ബോട്ടുകൾ, ചെറിയ ബോട്ടുകൾ കൊണ്ടുപോയി പരിക്കേറ്റവരെ ഇങ്ങോട്ട് എത്തിക്കേണ്ട സാഹചര്യമുണ്ട്. ആ സാഹചര്യം ഒഴിവാക്കാൻ ഒരുപക്ഷെ മംഗലാപുരം തിരഞ്ഞെടുക്കാനാണ് സാധ്യത എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ബേപ്പൂർ പോർട്ട് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ അത്തരമൊരു സൂചനയാണ് നൽകുന്നത് എന്നുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും സാഹചര്യങ്ങൾ നേരിടാൻ വേണ്ടി എല്ലാ സംവിധാനവും ഒരുങ്ങിയിരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇക്കാര്യത്തിലുള്ള അന്തിമ തീരുമാനങ്ങളൊക്കെ ഇനിയും എടുക്കേണ്ടതുണ്ട്. ഏതായാലും പ്രധാനപ്പെട്ട വിവരം പരിക്കേറ്റവരുണ്ട് എന്നുള്ളത് തന്നെയാണ്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. അടിയന്തര ചികിത്സ ലഭ്യമാക്കേണ്ട സാഹചര്യമുണ്ട്. കപ്പലിലുണ്ടായിരുന്നവർ 18 പേർ താഴേക്ക് ചാടിയിട്ടുണ്ട്. 4 പേരെ കുറിച്ചുള്ള കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. ഷഹീദ്, അത് സംബന്ധിച്ചുള്ള വിവരങ്ങളും തയ്യാറെടുപ്പുകളും എങ്ങനെയാണ്? തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രികളും ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളും എല്ലാം റെഡിയായി സജ്ജീകരിച്ച് എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ തന്നെ നേരിട്ട് നൽകിയിട്ടുണ്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ കപ്പൽ ഉടമകൾ, കപ്പൽ കമ്പനി, ഷിപ്പിംഗ് കമ്പനി തന്നെ നേരിട്ട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പ്രമുഖ സ്വകാര്യ ആശുപത്രിയുമായി ബന്ധപ്പെട്ട്, ബേബി മെമ്മോറിയൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് അവിടെ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. എമർജൻസി സംവിധാനം, പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെയുള്ള അടിയന്തര ചികിത്സക്ക് ആവശ്യമുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ അവർ സജ്ജീകരിച്ചിരിക്കുന്നു എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെയാണ് അവർ 10 ആംബുലൻസുകളും അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കോഴിക്കോട് ബേപ്പൂർ തുറമുഖത്ത് പോർട്ടിൽ തന്നെ നിലവിൽ തന്നെ ഒരു 108 ആംബുലൻസ് വന്നു നിൽക്കുന്നുണ്ട്. ഈ സാഹചര്യം ഏതെങ്കിലും തരത്തിൽ എത്തുകയാണെങ്കിൽ, പരിക്കേറ്റവരെത്തിക്കുകയാണെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടി. അതിന് പുറമെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള സ്വകാര്യ ആശുപത്രികളിൽ ആംബുലൻസുകൾ സജ്ജീകരിച്ചിരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം. അവർ ആ സജ്ജീകരണങ്ങളെല്ലാം അവരെ തയ്യാറാക്കി ഇരിക്കുന്നുണ്ട്. ആശുപത്രിയിൽ ആംബുലൻസുകളുണ്ട്. ഒപ്പം തന്നെയാണ് അടിയന്തര ചികിത്സ നൽകാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിരിക്കുകയാണ്. എല്ലാം ഒഴിച്ചിട്ടിരിക്കുകയാണ്.